ഇവിടെ ഒരാൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ചെവിക്കുള്ളിൽ നിന്ന് എന്തോ ഒരു വേദന അവന് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് അത് അവിടെ നിന്ന് എടുക്കാൻ നോക്കിയാണ്. നോക്കുമ്പോൾ ഒരു ഈച്ച പുറത്തേക്ക് വരുന്നുണ്ട്. ജീവനോടെയാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലാവുന്നില്ല. നേരെ അവൻ ബാത്റൂമിലേക്ക് പോയിട്ട് ഫ്ലഷ് ചെയ്ത് ആ ഈച്ചയെ കളയുന്നുണ്ട്. ശേഷം അവൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ചെവിക്കുള്ളിൽ നിന്ന് വീണ്ടും രണ്ട് ഈച്ച വരികയാണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയാതെ അവൻ അതിനെ രണ്ടിനെയും കൊല്ലുകയാണ്. എന്നിട്ട് പിന്നെ അത് ഫ്ലഷ് ചെയ്ത് കളയുന്നുണ്ട്. എന്നാൽ പിന്നെ അവൻ്റെ ചെവിയിൽ നിന്ന് അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവൻ എല്ലാത്തിനെയും അവിടെ വെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ഒരു ടവലിലെടുത്തതിന് ശേഷം അതിനെ പിന്നെയും ഫ്ലഷ് ചെയ്ത് കളയുകയാണ്. എല്ലാത്തിനെയും കൊന്നതിന് ശേഷം ഒരെണ്ണം മാത്രം ആ റൂമിൽ പിന്നെയും പറക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അവനാകെ മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അവൻ്റെ മുതുകിൽ ഇപ്പോൾ ഒരു വലിയ കൂട് കെട്ടി തന്നെ കുറേ ഈച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഷർട്ട് പതിയെ അഴിക്കുകയാണ്. ഷർട്ട് അഴിച്ചതിന് ശേഷം അതിനെല്ലാം കൂടെ ഒരു റൂമിലാക്കിയിട്ട് നേരെ അത് അടച്ചിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. എന്നാൽ പിന്നെയും അവൻ്റെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും എല്ലാം ഇങ്ങനെ ഈച്ച വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈച്ചയെ കൊല്ലാനായിട്ടൊക്കെ നോക്കി അവൻ കാല് സ്ലിപ്പായി വീണ് തല പോയി അടിച്ച് സ്പോട്ടിൽ ഡെഡ് ആവുകയും ചെയ്യുന്നു.